ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ട്രേഡിംഗ് പാർട്ട്നേഴ്സ് അമേരിക്കയും കാനഡയും. വർഷങ്ങളായിട്ട് ഒരുമിച്ച് ബിസിനസ് ചെയ്ത ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ വീണ്ടും വലിയ ട്രേഡ് വാർ തുടങ്ങുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഒരു പുതിയ തീരുമാനം എടുത്തിരിക്കുകയാണ്. ചില കനേഡിയൻ പ്രൊഡക്ട്സിന് നേരിട്ട് 50% ടാരിഫ്. വൈൻ മുതൽ ഹോക്കി സ്റ്റിക്ക് വരെ, സിമെന്റ് മുതൽ പല ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനം? ഇതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? കാനഡയുടെ മറുപടി എന്താകും? ലോക സമ്പദ് വ്യവസ്ഥയെ ഇത് എങ്ങനെ ബാധിക്കും? വിശദമായിട്ട് നോക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ട്രേഡ് വാറിന്റെ ഗിയർ മാറ്റിയിരിക്കുകയാണ്. ഇത്തവണ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ചൈനയെയോ യൂറോപ്പിനെയോ അല്ല, അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യരാജ്യമായ കാനഡയാണ്. ട്രംപ് പ്രഖ്യാപിച്ച പുതിയ തീരുമാനം അനുസരിച്ച് കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തുന്ന ചില ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക താരിഫ് ഏർപ്പെടുത്തും. ഈ പുതിയ താരിഫ് ബാധിക്കുന്നത് ഏകദേശം $20 ബില്യൺ കനേഡിയൻ എക്സ്പോർട്സിനെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ വാർത്തയായത് കനേഡിയൻ വൈൻ, ഹോക്കി സ്റ്റിക്സ്, സിമെന്റ് കൂടാതെ മറ്റ് പല നിർമ്മാണ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇവിടെ. കാനഡയുടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഈ ഒരു താരിഫ് ബാധകമല്ല. എനർജി പ്രോഡക്ട്സ്, പൊട്ടാഷ്, ക്രിട്ടിക്കൽ മിനറൽസ്, ഫിഷ്, മത്സ്യം പോലെയുള്ള പ്രധാന ഉൽപ്പന്നങ്ങളെ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ രസകരമായ കാര്യം എന്താണ് എന്ന് വെച്ചാൽ, അമേരിക്കയും കാനഡയും മെക്സിക്കോയും തമ്മിലുള്ള CUSMA അല്ലെങ്കിൽ USMCA എന്ന ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നിലവിലുണ്ട്. സാധാരണ ഇത്തരം കരാറുകളുള്ള രാജ്യങ്ങൾക്ക് ടാരിഫുകളിൽ ഇളവുകൾ കിട്ടാറുണ്ട്. എന്നാൽ ഇത്തവണ ഈ 50% ടാരിഫിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉള്ള സാധനങ്ങൾക്കും ഒരു എക്സംഷനും ഇല്ല എന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ എന്തിനാണ് ഈ ഒരു നടപടി? ട്രംപ് ഭരണകൂടത്തിന്റെ വിശദീകരണം ഇങ്ങനെയാണ്: കാനഡ അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് വിവേചനം കാണിക്കുന്നു, പ്രത്യേകിച്ച് അമേരിക്കൻ കാഴ്സിന് നിയന്ത്രണങ്ങൾ, അമേരിക്കൻ ലിക്കർ പല കനേഡിയൻ പ്രൊവിൻസസിലും ഒഴിവാക്കുന്ന നടപടികൾ. കഴിഞ്ഞ വർഷം അമേരിക്ക ടാരിഫ് ചുമത്തിയപ്പോൾ പകരം വീട്ടാൻ കാനഡയിലെ പല പ്രൊവിൻസുകളും, പ്രത്യേകിച്ച് ഒന്റാറിയോ, ക്യൂബെക് പോലെയുള്ളവ അമേരിക്കൻ മദ്യം വിൽക്കുന്നത് പൂർണ്ണമായിട്ട് നിർത്തിവെച്ചു. ഇതിന്റെ ഫലമായിട്ട് കാനഡയിലേക്കുള്ള US ആൽക്കഹോൾ കയറ്റുമതി 81% കുറവാണ് ഉണ്ടായത്. ഏകദേശം $718 മില്യൺ നിന്ന് വെറും $137 മില്യൺ ആയിട്ട് അമേരിക്കൻ മദ്യക്കച്ചവടം തകർന്നു. ട്രംപിനെയും റിപ്പബ്ലിക്കൻ നേതാക്കളെയും ഇത് വല്ലാതെ ചൊടിപ്പിച്ചു. ഇനി ചില ഓട്ടോ ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ് അമേരിക്കൻ കമ്പനികളെ കാനഡയിൽ തന്നെ നിക്ഷേപിക്കാൻ നിർബന്ധിതരാക്കുന്നുവെന്ന ആരോപണം. ഇവയ്ക്കുള്ള മറുപടിയായിട്ടാണ് പുതിയ താരിഫ് എന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത്. ഇതോടെ അമേരിക്ക കാനഡ ട്രേഡ് വാർ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ട്രംപ് ഈ ഒരു ടാരിഫ് നടപ്പാക്കാൻ ഉപയോഗിക്കുന്നത് സെക്ഷൻ 338 ഓഫ് ദി താരിഫ് ആക്ട് ഓഫ് 1930 എന്ന വളരെ അപൂർവമായി മാത്രം ഉപയോഗിക്കപ്പെടുന്ന നിയമമാണ്. ഇത് മുമ്പ് വളരെ കുറച്ചു തവണ മാത്രമാണ് പ്രായോഗികമായി ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിയമപരമായ വെല്ലുവിളികൾ വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. കാരണം ഈ വർഷം ആദ്യം ട്രംപിന്റെ ചില വ്യാപക താരിഫ് നടപടികൾക്ക് അമേരിക്കൻ സുപ്രീം കോടതി തിരിച്ചടി നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ നിയമവ്യവസ്ഥ ഉപയോഗിച്ച് വീണ്ടും താരിഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനിടെ കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണി ശക്തമായി പ്രതികരിച്ചു. ഈ തീരുമാനം USMCA ട്രേഡ് എഗ്രിമെന്റിന്റെ ആത്മാവിന് വിരുദ്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് കാനഡയുടെ ആഗ്രഹമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ കാനഡയ്ക്കുള്ളിൽ മറ്റൊരു വികാരവും ശക്തമാവുകയാണ്: ബൈ കാനഡ, അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാനുള്ള ക്യാമ്പയിൻ. ഇത് ഇതിനകം തന്നെ പല മേഖലകളിലും ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഈ പുതിയ താരിഫ് വന്നതോടെ കൂടുതൽ പ്രതികാര നടപടികൾ ഉണ്ടാകുമോ എന്ന ആശങ്കയും ഉയരുകയാണ്. ഇതിനൊപ്പം മറ്റൊരു വിവാദ പരാമർശവും ട്രംപ് നടത്തിയിട്ടുണ്ട്. കാനഡയിൽ നിന്നുള്ള വൈൽഡ് ഫയറിന്റെ പുക, ആ സ്മോക്ക് അമേരിക്കയെ ബാധിക്കുന്നതിനെ കുറിച്ചും അദ്ദേഹം വിമർശിച്ചു. അതുപോലും ഭാവിയിൽ ട്രേഡ് നടപടികളുമായി ബന്ധിപ്പിക്കാമെന്ന സൂചന ട്രംപ് നൽകിയിട്ടുണ്ട്. എന്നാൽ കാനഡ ഈ ആരോപണം തള്ളിക്കളഞ്ഞു. ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം ഇതിന്റെ സാമ്പത്തിക ആഘാതം എത്രത്തോളം ആയിരിക്കും എന്നുള്ളതാണ്. അമേരിക്കയും കാനഡയും ലോകത്തിലെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്നേഴ്സിൽ ഒന്നാണ്. ഓരോ ദിവസവും കോടിക്കണക്കിന് ഡോളറിന്റെ വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും നടത്തുന്നത്. ഇത്തരമൊരു താരിഫ് സപ്ലൈ ചെയിനെ ബാധിക്കും, വില വർദ്ധിപ്പിക്കും, ചില മേഖലകളിൽ ഇൻഫ്ലേഷൻ കൂട്ടാനും സാധ്യതയുണ്ട്. വൈൻ ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ സെക്ടർ, സ്പോർട്സ് ഗുഡ്സ് മാർക്കറ്റ് ഇവയ്ക്ക് നേരിട്ടുള്ള ആഘാതം ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. അതേസമയം ഈ താരിഫ് ഉടൻ പ്രാബല്യത്തിൽ വരില്ല. പ്രഖ്യാപനത്തിന് ശേഷം 30 ദിവസത്തിന് ശേഷമാണ് ഇത് നിലവിൽ വരുന്നത്. അതായത് ഓഗസ്റ്റ് 19 മുതലായിരിക്കും ഈ 50% നികുതി നിലവിൽ വരിക. അതിനിടെ ഇരു രാജ്യങ്ങളും വീണ്ടും ചർച്ചകൾ നടത്താനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. അതേസമയം കാനഡയിലെ ശക്തനായ നേതാവും ഒന്റാറിയോ പ്രീമിയറുമായ ഡോ ഫോർഡ് കടുത്ത ഭാഷയിലാണ് മുന്നറിയിപ്പ് നൽകിയത്. ഡോളർ ഫോർ ഡോളർ, താരിഫ് ഫോർ താരിഫ്. അമേരിക്ക ഈ താരിഫുമായി മുന്നോട്ട് പോയാൽ കാനഡ ഡോളറിന് ഡോളർ വെച്ച് തിരിച്ചടിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് അമേരിക്കയിലെയും കാനഡയിലെയും സാധാരണക്കാരെ ആയിരിക്കും ഇത് ബാധിക്കുക എന്നാണ്. 50% താരിഫ് വന്നാൽ ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ കൂടും, ഇൻഫ്ലേഷൻ വർദ്ധിക്കും. അമേരിക്കൻ കമ്പനികൾക്കും സ്പോർട്സ് മാർക്കറ്റിനും വരെ ഇത് തിരിച്ചടിയാകും.
ഇപ്പോൾ ലഭ്യമായ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ട്രംപ് ഭരണകൂടം ഈ താരിഫ് തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാനഡ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ പുതിയ വ്യാപാര കരാറിലോ ഒത്തുതീർപ്പിലോ എത്താനായിട്ടില്ല. അടുത്ത ഏതാനും ആഴ്ചകളിലെ ചർച്ചകളാണ് ഈ ഒരു ട്രേഡ് വാർ കൂടുതൽ രൂക്ഷമാകുമോ അല്ലെങ്കിൽ ഒത്തുതീർപ്പിലേക്ക് പോകുമോ എന്ന് നിർണ്ണയിക്കുന്നത്. അമേരിക്കയും കാനഡയും തമ്മിലുള്ള ഈ പുതിയ ട്രേഡ് വാർ രണ്ട് രാജ്യങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ഗ്ലോബൽ സപ്ലൈ ചെയിൻ, ഗ്ലോബൽ ഇക്കണോമി, കൺസ്യൂമർ പ്രൈസസ് എന്നിവയെല്ലാം ഇതിന്റെ ആഘാതം അനുഭവപ്പെടാം. അടുത്ത 30 ദിവസത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും സംസാരിച്ച് പ്രശ്നം തീർക്കുമോ അല്ലെങ്കിൽ ഇത് കൂടുതൽ വലിയ സാമ്പത്തിക യുദ്ധമായിട്ട് മാറുമോ? അതാണ് ഇനി ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.